അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവുമില്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ,
അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഓരോരുത്തർ കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പം എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെ എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണ്, വല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ്? പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്. പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരിക്കുളത്തില്ല വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്. പോലീസിൻ്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല. അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷേ എന്തോ പറ്റി? ആ കടത്തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടിയത്തിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട് എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല,
ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നുപോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങളോർക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്ന് വെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു വന്ന് ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പം ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോവുകയാണ്. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ? അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്ത് ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ്, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നു. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണത് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീതു. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. കലവൂരാണ് വീട്. 2023 തൊട്ട് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി എക്സാമൊക്കെ എഴുതുന്നുണ്ട്, നല്ല മാർക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ മാർക്ക്, ഇതൊരു ജോലിക്ക് വേണ്ടി കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിട്ട് പോലും എനിക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഈ റീസെൻ്റായിട്ട് എഴുതിയ നല്ല എക്സാമിനൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് എൻ്റെ പരിചയത്തിലുള്ളൊരു സിസ്റ്റർ പറഞ്ഞ്, നീ ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ചെല്ല്, അവിടെ ചെന്ന് നിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്കിത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ സിസ്റ്റർ ഇത് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കഴിവിലായിരുന്നു വിശ്വാസം. ഞാൻ എഴുതുന്ന എക്സാമിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനും ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പം എനിക്കതൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞും എക്സാമിന് എനിക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയിട്ട് പോലും ഫൈനൽ കീ വരുമ്പോൾ എൻ്റെ ആൻസേഴ്സ് എല്ലാം ക്യാൻസലായി പോവുകയാണ്. അങ്ങനെ അതായത് തുടർച്ചയായിട്ട് 2 എക്സാമിനും നല്ല മാർക്ക് കിട്ടിയിട്ടും എനിക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി, ഇനി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എനിക്കിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, സിസ്റ്റർ പറഞ്ഞ പോലെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഒരു സെപ്റ്റംബർ, അതായത് 2024 സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട്. കാരണം ഇവിടെ അടുത്താണെങ്കിൽ പോലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഓരോരുത്തർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ ആ സമയത്ത് കൂടുതലും കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അവർ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പം അവർക്ക് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ആ സമയത്ത് എൻ്റെ PSC എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ വിധി നടക്കുകയാണ്. പക്ഷെ ആ വിധി വരുന്നില്ല, താമസിക്കുക. ചോദിക്കുമ്പോൾ സാറന്മാർ പറയുന്നത് ആ വിധി വരില്ല, വർഷങ്ങൾ നീണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ വിധി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റണം. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആലോചിച്ചു, അയ്യോ ഞാൻ മാതാവിന് കൊടുത്ത ഡേറ്റ് ഒത്തിരി അടുത്ത് പോയല്ലോ, ഇത്തിരി കൂടി നീട്ടി കൊടുക്കേണ്ടതായിരുന്നു മാതാവിന്. കാരണം ഇത്ര പെട്ടെന്ന് മാതാവിന് അത് സാധിച്ചു തരാൻ പറ്റുമോ? പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ആ റിസൾട്ട്, ഞങ്ങളുടെ ആ കേസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരികയായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വിശ്വാസം കൂടി. കാരണം വരത്തില്ല എന്ന് പറഞ്ഞ വിധിയാണ് ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ വിധി അറിയാൻ പറ്റി. അങ്ങനെ എനിക്ക് വിശ്വാസം കൂടി. അതിനുശേഷമാണ് ഞാൻ 2024 ഒക്ടോബർ 1 ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഞാനിവിടെ വന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് അച്ഛൻ പറയുന്ന പോലെ നല്ല രീതിയിൽ ആദ്യത്തെ 1-2 ആഴ്ച നല്ല രീതിയിൽ ഉടമ്പടിയെല്ലാം പാലിച്ചുകൊണ്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉടമ്പടിയിൽ ഞാൻ വീഴ്ചകളൊക്കെ വരുത്താൻ തുടങ്ങി, പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ആ സമയം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സ്വപ്നങ്ങളിൽ മാതാവ് ഇങ്ങനെ വന്നിട്ട് പറയും, നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട്, പക്ഷെ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം. പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, അതെനിക്കങ്ങനെ തോന്നിയതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ വീണ്ടും ദിവസങ്ങളിൽ ഞാൻ ആ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി, നിനക്ക് തരണമെന്നുണ്ട്, നീ നിൻ്റെ ഉടമ്പടി നന്നായിട്ട് പാലിക്കണമെന്ന്. അപ്പം ഞാനത് ഗവനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു 10-15 മിനിറ്റത്തെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ ശരിക്കും വെട്ടി വീർത്ത് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ആ തറയിൽ തളർന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എനിക്കത് തരാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ വീഴ്ച മൂലമാണ് എനിക്കതിലൊരു തടസ്സം വരുന്നതെന്ന്. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ നിമിഷം തന്നെ മാതാവിനോട് എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ഉടമ്പടി ഞാൻ അവിടെ തുടങ്ങിയ. അതിനു മുമ്പ് വരെയും ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അതായത് PSC പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ പറയുമ്പം എനിക്കത് വലിയ വിഷമമായിട്ട് വന്നു. കാരണം ഞാനത് പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് പോകുന്ന തോറും ഞാൻ ആ സമയം നോക്കാതെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഏകദേശം 1 മണിക്കൂറിൽ കൂടി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ബൈബിളിനോടും കൂടുതൽ അടുക്കുകയായിരുന്നു. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുമായിരുന്നു. അപ്പം ഞാൻ അതായത് എപ്പോഴും പോലെ പഠിക്കുന്ന പോലെ പഠിക്കാതെ കുറച്ചധികം നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരും എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, നീ പഠിക്കുന്നതല്ലേ, നീ പഠിക്കുക, അല്ലാതെ വെറുതെ പള്ളിയിൽ പോയി നടക്കാതെ പത്രങ്ങളൊക്കെ വിറ്റ് നടക്കാതെ നീ സമയം കളയാതെ ഇരുന്ന് പഠിക്കാൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് മാതാവിലുള്ള വിശ്വാസമാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ്. അതിനുശേഷം ഞാൻ ഈ പത്രങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് വീട്ടിൽ വരുന്ന സമയം വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് പത്രം കൊടുക്കാനും നല്ല മടിയായിരുന്നു. കാരണം പുറത്തോട്ടിറങ്ങാത്ത എനിക്ക് അത് മറ്റുള്ളവരിൽ എത്തിച്ച് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഇവിടെ വന്ന സമയത്ത് ഒരു അപ്പച്ചന പറഞ്ഞത്, നീ പത്രം കൊടുക്കുമ്പോഴത്തേക്കും നിനക്കറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വേണം മാതാവിനെ അറിയിക്കാനായിട്ട്, മാതാവിൻ്റെ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയത് അറിയിക്കേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ആ സമയം തൊട്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എനിക്ക്, അതായത് ഞാൻ എവിടെയെങ്കിലും, അതായത് മിക്കപ്പോഴും നടന്ന് ചെന്ന് റോഡിലൂടെ പോയി എനിക്കറിയാത്ത സ്ഥലത്ത് ചെന്ന് അവർക്ക് കൊടുക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോലും ആയിട്ടില്ല. അപ്പം ഞാനത് മാതാവിനോട് ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അതായത് എല്ലാവരും എന്നെ കളിയാക്കും, വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല, ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ, നിനക്ക് കിട്ടില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താണോ ചെയ്യുന്നത് അവർക്കത് കാണിച്ചു കൊടുക്കണം. അതുവരെയും എൻ്റെ ഉടമ്പടിയിൽ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല പോവേണ്ടത്, എനിക്ക് 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ അങ്ങനെ പറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കത് മാതാവ് തന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും മാതാവിന് എൻ്റെ റിസൾട്ട് വരുന്നത് വരെയും മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കത് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ വഴക്ക് പറയും, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, നീ എക്സാം എഴുതുന്നത് അത്ര കോമ്പറ്റീഷൻ ഉള്ളൊരു ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ നീ ഇങ്ങനെ വിശ്വസിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിനക്കത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നിനക്ക് പിന്നെ സഹിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് മാതാവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ്. അപ്പം അതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ജോലി തരുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് എക്സാം സെൻ്ററായിട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ ഈ എക്സാമിന് പൊതുവേ ഒരു 100-400 സ്കൂളിൽ എക്സാം സെൻറ്റർ വരും. വെറും 3 സ്കൂളിൽ പഠിച്ച എനിക്ക് അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഞാൻ എന്തോ അങ്ങനെ മാതാവിനോട് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പേടിയായിരുന്നു, ദൈവം എനിക്കത് കിട്ടാതെ വരും. ആകെ 3 സ്കൂളിലും പഠിച്ച് 100-400 സെൻറ്ററും ഉണ്ട്. പക്ഷേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എവിടെയാണോ എൻ്റെ പഠിത്തം നിർത്തിയത് അതേ സ്കൂളിൽ എനിക്ക് മാതാവ് എക്സാം സെൻറ്റർ തന്നെ അനുഗ്രഹിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി, മാതാവ് കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. മാത്രമല്ല എനിക്ക് ആ എക്സാമിന് ഡേറ്റ് കിട്ടിയത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-നായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കത് കൂടുതൽ വിശ്വാസമാകുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. മാതാവ് എനിക്ക് തരും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. 2025 ജൂലൈ 18-നാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പം റിസൾട്ട് അറിയുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതുവരെയും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് അപ്പം വരും. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു 1ാം റാങ്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ്. അപ്പം പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, നിനക്കാണ് അതിൽ മാർക്ക് ബൈ ഫസ്റ്റ് റാങ്ക്. അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കതിൽ 1ാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ മാതാവ് എന്നെ ഉയർത്തി. ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു, പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് 1ാം റാങ്ക് തന്ന് എന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന്. അത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു, മാതാവിന് നന്ദി പറഞ്ഞ് വെച്ചതിന് ശേഷമേ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുമെന്ന്. ഇന്നലെ രാത്രി 12 മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എന്നെ ഇത്രത്തോളം എൻ്റെ ലൈഫിൽ ഉയർത്തിയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയും കാരുണ്യപ്രവൃത്തിയും, അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു നിലനിൽപ്പില്ലായിരുന്നു, ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിധവയുടെ കാണിക്കയെപ്പറ്റി ബൈബിളിൽ പറഞ്ഞ പോലെ അവളുടെ കയ്യിലുള്ളതാണ് അവൾ കൊടുത്തത്, മനസ്സറിഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള തുച്ഛമായ, ഒത്തിരി ഒന്നുമില്ല, ചിലപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് മറ്റുള്ളവരാ. എൻ്റെ കയ്യിൽ മിച്ചം പിടിച്ച ചിലപ്പം 10 രൂപയെ കാണത്തുള്ളൂ എൻ്റെ പേഴ്സിൽ. ആ 10 രൂപ ഞാൻ മനസ്സറിഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 1-2 തവണ മാത്രം ഞാൻ അതായത് വഴിയരികിലിരിക്കുന്ന അപ്പച്ചന്മാർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ആഴ്ചയിലൊന്നും ചെയ്തിട്ടില്ല. അതിനുള്ള നിവൃത്തി എനിക്ക് അന്ന് തന്നിട്ടില്ല. പക്ഷേ ഇനി എനിക്കാകാം. എനിക്കൊരു ജോലി തന്നു, മാതാവ് എനിക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്ന്, എനിക്ക് 1ാം റാങ്ക് തന്ന്, നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ശരിയാക്കി തന്നു. ഇനി തുടർന്നും, അതായത് ഞാൻ 2024 ഒക്ടോബർ 1-നാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ജോലിക്ക് വേണ്ടി 90 ദിവസത്തേക്ക് മാത്രം മാതാവായിട്ടൊരു ഉടമ്പടിയല്ല. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, വചനങ്ങൾ കേൾക്കാറുണ്ട്, ചൊല്ലാറുണ്ട്, ഞാനത് മറ്റുള്ളവരിൽ എത്തിക്കാറുണ്ട്. ഞാൻ അത്രയും വിശ്വസിക്കുന്നു. ഇന്നിപ്പം ഞാൻ ഇത്രത്തോളം ഹാപ്പിയായിട്ട് നിൽക്കുന്നതും മാതാവിൻ്റെ ആ കാരുണ്യം കൊണ്ടാണ്. പിന്നെ എന്തിന് ഞാനങ്ങനെ മാറ്റി ചിന്തിക്കണം? 90 ദിവസത്തേക്ക് വേണ്ടി മാത്രം മുറുക്കെ പിടിച്ച് എൻ്റെ ലൈഫിൽ എന്നും മാതാവ് എൻ്റെ കൂടെ വേണം. അതങ്ങനെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോഴും ഇവിടെ നിന്ന് സന്തോഷത്തോടെ ഈ സാക്ഷ്യം എനിക്കിവിടെ പറയാൻ പറ്റുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇതാണ് ഞാൻ അവിടെ നമ്മുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സ്. ഇതിൽ എഴുതിയിരിക്കുന്നത് PSC പരീക്ഷയിൽ 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എന്നും പറഞ്ഞ് സമർപ്പണം നീതു എന്ന പേരിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു, എനിക്ക് 1ാം റാങ്ക് തന്ന് ഉയർത്തുവാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഏറ്റു പറയുകയും അമ്മ മാതാവിന് ഞാനൊരു ഫ്ലെക്സ് വെക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുവുള്ളൂ. എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി യേശുപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും. നന്ദി, സ്തുതി, ആരാധന, മഹത്വം, കൃതജ്ഞത,
കോടാനുകോടി അർപ്പിക്കുന്നു. എൻ്റെ പേര് അൽഫോൻസ, എൻ്റെ മോള് റെയ്ന സോനു. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മദാബാദിൽ. ഞാൻ അവിടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു 350 നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട്. ഞാൻ അവർക്കെല്ലാവർക്കും ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടമ്പടിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 4 ആണ്. ഉടമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ്. ആ ചേച്ചി, ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനത്തിൽ ഉടമ്പടി എന്ന ഒരു സംഭവമുണ്ട്, അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അത് പോയി എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ മാർച്ച് 3 ഞാൻ അറിയുന്നു ഉടമ്പടിയെക്കുറിച്ച്. മാർച്ച് 4 വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മോളും ഇവിടെ എത്തി. അന്ന് മോൾക്ക് 11-12 വയസ്സുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. കാരണം 1.5 വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു. അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കുക വയ്യായിരുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും, ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ. അപ്പോൾ കൊച്ചു ചോദിക്കും, വൈകിട്ട് വരുമ്പോൾ മമ്മ എന്നെ മോള് അമ്മ എന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം 91. ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു. കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം 91 ഫുൾ ബൈ ഹാർട്ടായി. അത് കഴിഞ്ഞിട്ട് സാം 23 അതും ഞാൻ പഠിപ്പിച്ചു. സാം 121 അതും കുഞ്ഞിനെ പഠിപ്പിച്ചു. 3 ബൈ ഹാർട്ടായി. ഞാൻ പറഞ്ഞു, മോളുടെ പപ്പ യേശുപ്പച്ചനാണ്, മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക, മോളുടെ എല്ലാ ദുഃഖവും മാറ്റും, അമ്മമാതാവിനെ മുറുകെ പിടിക്കുക. മുട്ടുകുത്തി കുഞ്ഞ് തിരി കത്തിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു 3 വയസ്സ് മുതൽ ജപമാല പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷമങ്ങൾ വരുന്നത്. അവളുടെ മനസ്സ് എന്നോട് തുറന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സഹിക്ക വയ്യ കൊച്ചു പറയുമ്പോൾ. അങ്ങനെ ഓടിച്ചാടി ഒരു കാന്ത ആകർഷിക്കുന്നത് പോലെയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി കേൾക്കുമ്പോഴുള്ള എനിക്കുണ്ടായ ഒരു അട്രാക്ഷൻ. കൊച്ചിനെ വിളിച്ചിട്ട് വെളുപ്പിന് ഫ്ലൈറ്റിന് കയറി ഓടി വന്നു. ഇവിടെ വന്നപ്പോൾ വൈകിട്ട് 6 മണിയായി. ഞങ്ങൾ അപ്പം ഭയങ്കര ഉന്തും തള്ളും. ഞാനും കൊച്ചും മറ്റുള്ളവരുടെ ഫോഴ്സ് കാരണമാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നടന്നല്ല വന്നെന്ന്. നടക്കാനുള്ള സ്ഥലമില്ല, ഒരു ഇട പോലുമില്ല. ഏതോ ഒരു വ്യക്തിയിലൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാർച്ച് 4 ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ വർഷം 2025 ഫെബ്രുവരിന് കൊച്ചിന് 18 വയസ്സായി. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ ഒത്തിരി പേരെ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ വീട്ടുകാരെ ചേച്ചിമാരെ ഉടമ്പടി എടുപ്പിച്ചു. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇന്നും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത്. ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും നടന്നില്ല. അപ്പം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇത് മാംസമായി ധരിച്ചു. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ആഫ്രിക്ക കോങ്കോ കിൻഷാസ എന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട്. 1000 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ്. 550 നേഴ്സുമാരുണ്ട്. അപ്പോൾ ഇവരെ ലീഡ് ചെയ്യുക, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ വിതിൻ 2 വീക്സ് എനിക്ക് വിസ വന്നു, ഇമിഗ്രേഷൻ ശരിയായി, എല്ലാം
ടൈം ഷോർട്ടനിങ്, അച്ഛൻ കൃപാസനം അച്ഛൻ പറയുന്നത് പോലെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിതിൻ 2 വീക്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനത് അങ്ങനെ വിതിൻ 1 മന്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ പോവുകയും ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ അനുവാദത്തോടെ. അന്ന് വരെ ഞങ്ങൾ ഒരിക്കലും അകന്നും ജീവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ പോയത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമം എന്നെ കാണണമെന്നുള്ളത്, എനിക്കും അവളെ കാണണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടുത്തെ സിഇഒനോട് പറഞ്ഞു, സാർ പറഞ്ഞു ഇല്ല ഫാമിലിയെ അനുവദിക്കില്ല. ഐ സെഡ് നോ, ഐ വാണ്ട് ടു ഗോ, ഐ ഷുഡ് ഗോ, ഐ വാണ്ട് ടു ബ്രിങ് മൈ ഡോട്ടർ, ദെൻ ഓൺലി ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് ഓവർ ഹിയർ. അങ്ങനെ പറഞ്ഞ് ഞാൻ 1 മന്ത് ലീവ് എടുത്ത് ഇവിടെ വന്ന് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് മെയിൽ, കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സിഇഒയുടെ മെയിൽ വരണം. മെയിൽ ഇവിടെ വന്ന് 20 ദിവസമായി 15 ദിവസമായി മെയിൽ വരുന്നില്ല. പിന്നെ ഒരു 10 ദിവസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ ഈ അൾത്താരയിൽ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛ ഇതാണ് സംഭവം. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷി പറയാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് മെയിൽ വന്നു, യുവർ ഡോട്ടർ യു ക്യാൻ ബ്രിങ്, പെർമിഷൻ ഈസ് ഗ്രാൻഡഡ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ ചെന്നു, നാളെ ലോക്ക്ഡൗൺ പ്രാപിച്ചു കോവിഡ് കാരണം. അപ്പം ലോക്ക്ഡൗൺ 6 മന്തിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം ബന്ധായി. അപ്പോൾ അത് ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ആ കറക്റ്റ് മോമെൻറ്റിൽ ടൈം ഷോർട്ടനിങ് ചെയ്ത് മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഞാനും കുഞ്ഞും അവിടെ എത്തി. കുഞ്ഞിനവിടെ 9th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു പഠിക്കാൻ. അങ്ങനെ പഠനം തുടങ്ങി. പിന്നെ കോവിഡ് കുറേ ആയി. ഇപ്പം ഒത്തിരി ഇന്ത്യൻസ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറേ പേര് മരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വന്നു. 2021 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 സിസ്റ്റേഴ്സ് ഈ അൾത്താരയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കും കുഞ്ഞിനും ഒരു നന്മ നിറഞ്ഞ മറിയം ഈ അൾത്താരയിൽ കയറി ചൊല്ലാനുള്ള ഭാഗ്യം തരണമേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, ആഗോള ജെറിക്കോ പ്രെയർ ഇവിടെ നടത്താൻ പോകുന്നു പല പല ഭാഷകളിൽ. ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു. എന്നെ മോളെ അവർ വിളിച്ചു. ഞങ്ങളിവിടെ ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് 4 ഭാഷകളിൽ 212 നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞാൻ ചൊല്ലി, ഞാനും മോളും. ഒരു നന്മ നിറഞ്ഞ മറിയമാണ് ഞാൻ ചോദിച്ചത്, ഒരു പരിശുദ്ധ മറിയമാണ് ഞാൻ ചോദിച്ചത്. അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അറിയാം, 2021 ആഗോള ജെറിക്കോ പ്രാർത്ഥനയിൽ 212 നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധ മറിയും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞങ്ങൾ പല ഭാഷകളിൽ ചൊല്ലി. ഫ്രഞ്ച് അറിയാമോ, കൊന്ത ചെല്ല അറിയാമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് അറിയാം സംസാരിക്കാൻ, പക്ഷെ കൊന്ത ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ല. അപ്പം എന്നോട് കൊച്ചിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഫ്രഞ്ച് ആദ്യം ചൊല്ലിക്കോ. അപ്പം ഞാൻ പറഞ്ഞു ഫ്രഞ്ചോ? അപ്പം ഞങ്ങൾ വേഗം യൂട്യൂബിൽ നോക്കി ഫ്രഞ്ച് കൊന്ത എഴുതിയെടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫ്രഞ്ച് ചൊല്ലി. ഫ്രഞ്ച് ജപമാല ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ VP ജോസഫ് അച്ഛൻ, ഈ 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ജോസഫ് അച്ഛൻ ഞങ്ങളോട് പറയാണ്, കൊള്ളാം മക്കളേന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്കും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. അച്ഛൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ, അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ജപമാല ചൊല്ലി ഇവിടെ അമ്മയ്ക്ക് കാഴ്ച വെച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു. അന്നത്തെ വ്യൂ തന്നെ 55,000 പീപ്പിളായിരുന്നു ആ വീഡിയോ കണ്ടത്. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോൾക്ക് പപ്പയില്ലാത്തതിൻ്റെ വിഷമം. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എൻ്റെ മോളെ കൂടെ പൊതിഞ്ഞ് ഈശോ അമ്മയുടെ തിരുഹൃദയത്തിൽ ഈശോയോട് ചേർത്ത് പിടിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഈ നിമിഷം വരെ വിശുദ്ധിയിൽ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ എൻ്റെ മോളെ അമ്മ മാതാവ് ഇന്നും യേശുവിനെ പഠിപ്പിച്ചതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ
എൻ്റെ മോളെ വിശുദ്ധിയിൽ വളർത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പലതവണ ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാ ഫോട്ടോ. ഒന്നല്ല പലതവണ. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. പണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു ഫാനാണ്. ഇന്ന് എന്നെ വിളിക്കുന്നത് മരിയൻ മിഷണറി എന്നാണ്. ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പത്രങ്ങൾ കെട്ടുകളായി വാങ്ങി നോർത്ത് ഇന്ത്യൻ ഗുജറാത്തികളുടെ ഇടയിൽ ഗുജറാത്തി പത്രവും ഹിന്ദി പത്രവും കൊങ്കൺസിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രവും വിതരണം ചെയ്ത് ഒരു യേശുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും അറിയാത്തവരെ അറിയിച്ചു കൊടുത്തും യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര പൊളിറ്റിക്സാണ്. അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 നമ്മുടെ ബഹുമാനപ്പെട്ട 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ഡോക്ടർ VP ജോസഫ് അച്ഛൻ ഇങ്ങനെ ആരാധനയിലൂടെ പറയുന്നു. ജനസിസ് 3:15, ഉൽപ്പത്തി 3:15 നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ മേൽ കുതികാൽ പരിക്കേൽപ്പിക്കും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണു. അപ്പോൾ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കെതിരായിരുന്ന് സംസാരിച്ച എല്ലാ ആൾക്കാരെയും അമ്മ മാതാവ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ദൂരെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അവർ റിസൈൻ വെച്ച് വേറെ ഓർഗനൈസേഷനിൽ മാറ്റി താമസിപ്പിച്ചു, ജോലി കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി എന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിച്ചു. തന്നെയല്ല, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും എനിക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എനിക്ക് ഫുഡ് കൊടുക്കണോ മെഡിസിൻ കൊടുക്കണോ ഒന്നും വരുന്നില്ല. എൻ്റെ നഴ്സുമാർ ചെയ്തോളും. പക്ഷേ ഞാൻ എവരുടെ 80, 90, 100 പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സംഗതി, ചിലപ്പോൾ ഫീഡിങ് ആയിരിക്കും, സൂപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചായിരിക്കും. നഴ്സുമാർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകും ചിലപ്പോൾ. അപ്പം ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ അവർ പറയും, അയ്യോ മേഡം എടുക്കല്ല, ഞങ്ങൾ കൊടുത്തോളാം. അയ്യോ മേഡം കൊടുക്കില്ല. ഞാൻ സെഡ് നോ, ഞാൻ ആം എ മരിയൻ മിഷണറി, ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഒത്തിരി. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ NIBH അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, മാതാവേ ഈ NIBH അസസ്മെൻറ്റിൽ സങ്കീർത്തനം 92:10 അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് ഉയർത്തി നിർത്തണമേ, അവിടുന്ന് പുതിയ തലം എൻ്റെ മേൽ ഒഴിക്കണേ. അങ്ങനെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചു. 92 നോൺ കംപ്ലൈൻസിൽ ആകെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 നോൺ കംപ്ലൈൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാതാവ് ഞങ്ങളെ വലുതാക്കി ഉയർത്തി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നീരവ് പഞ്ചാനി, ആ ഡോക്ടർ സൈക്ലിംഗ് ചെയ്തപ്പം പട്ടി മുൻപിൽ വന്ന് സൈക്കിൾ വീണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ആയി, ഹെഡ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ബെഡിൻ്റെ ചുറ്റുമിട്ട് മാതാവിൻ്റെ ഒരു രൂപം തലയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം 45 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ 53ാമത്തെ ദിവസം ഹെൽത്തി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കും, ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തകരായിട്ട് സ്ട്രീറ്റിലെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ഇടയിൽ അവർ 350-400 പേരുണ്ടാവും. നമ്മുടെ 2022, 23, 24 ഈ വർഷങ്ങളിൽ മൊത്തം ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ ഇടയിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി യേശുവിനെ പ്രഖ്യാപിക്കും. ഞാൻ അവിടെ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ്, യേശുവിനെ കുറിച്ച് പറയും, മാതാവിനെ കുറിച്ച് പറയും, എങ്ങനെയാണ് യേശു വന്നത്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് അവരുടെ ഇടയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാറുണ്ട്.
ഈ വർഷവും ഞാൻ അത് ചെയ്യും. ഉടമ്പടി എടുത്തേ പിന്നെ 22, 23, 24, 25 ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം അവധിയെടുത്ത് അവിടെ നിന്ന് ഇവിടെ വരും. നാളെയും പങ്കെടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അമ്മ വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതി, ആരാധന, മഹത്വം, ഹാലേലിയ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഞങ്ങളിലും നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളിലും ജോസഫ് അച്ഛനിലും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം നിർത്തുന്നു. ഇനിയും ഞാൻ വരും സാക്ഷ്യം പറയാൻ. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആഫ്രിക്കയ്ക്ക് പോയി. അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയ കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യേശുവിനെ സ്വീകരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ല. അമ്മേ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ എന്നോട് പറയാണ്, അമ്മയ്ക്ക് പ്രാന്തുണ്ടോ? ലോക്ക്ഡൗൺ ആയ സമയത്ത് ആരെങ്കിലും പള്ളി തുറന്ന് അമ്മയ്ക്ക് യേശുവിനെ തരുമോ? അങ്ങനെ പറഞ്ഞു. ഇവളെന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടി, മാതാവ് തരും നമുക്ക്. അങ്ങനെ ഇരിക്കെ 11 മണിയായപ്പോൾ ഏതോ ഒരച്ഛൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 10 ഓസ്തി കൊടുത്ത് വിട്ടിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സൂപ്പറിനെ കൊടുക്കാൻ പറഞ്ഞ്. എൻ്റെ മാതാവേ, ഇതിലും വലിയ അത്ഭുതം എന്തോ ഉള്ളേ? സ്വപ്നത്തിൽ ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകല് 11 മണിയായപ്പോൾ ഇതാ യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞ് ഏതോ ഒരച്ഛൻ നഴ്സിംഗ് സൂപ്പറിന് കൊടുക്കാൻ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചേക്കണു 10 ഓസ്തി. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഒരു മനസ്താപ പ്രകരണം, ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിയിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവിൻ. എഴുതി വെച്ചിരിക്കുക. ഇന്നും അറിയില്ല അച്ഛൻ ഏതാന്ന്. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. ഞങ്ങൾ എന്നിട്ട് പരിശുദ്ധ കുർബാന ഉപയോഗിച്ചത് അവിടെയുള്ള 550 നേഴ്സസ് ഉണ്ടല്ലോ, അവിടുത്തെ ആഫ്രിക്കൻ നേഴ്സസിനെയും മലയാളി നേഴ്സസിനെയും ഇന്ത്യൻ നേഴ്സസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാവരും വിളിച്ചു കൂട്ടി. അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി. ഈ ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുറിപ്പിൽ ഇട്ടതുപോലെ തന്നെ മനസ്താപ പ്രകരണം ചൊല്ലി, വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ ജപമാല ചൊല്ലി, തിരി കത്തിച്ച് വെച്ച് 2 തിരിയും, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞാനാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തിരുവോസ്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഞ്ഞിയും പയറും ചമ്മന്തിയും കൊടുത്തു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് ഇപ്പോഴും ചിന്തിക്കുമ്പം കോരിത്തരിക്കുക. ഭയങ്കര അത്ഭുതം. എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വന്നു. അന്ന് ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവർ മെഡിസിൻ കഴിക്കില്ല. ബൈബിള് എല്ലാവരുടെ തലവരുടെ അടിയിലുണ്ടാവും. അപ്പോൾ ബൈബിള് വെച്ചിട്ട് ഈ മെഡിസിൻ അവർ താഴെ ഇടും. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ മെഡിസിനും കഴിക്കാൻ തുടങ്ങി, ബൈബിളും പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി. അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന എല്ലാവരും അമ്മയിനെ വിശ്വസിച്ച് ജപമാല ചെല്ലാൻ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അമ്പിളി മുരളി എന്നാണ്. ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2021 മെയ് 16 കോവിഡ് ബാധിച്ച് ഡൽഹി വെച്ച് മരിച്ചു. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 2 പെൺകുഞ്ഞുങ്ങളുമായിരുന്നു. പിന്നെ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഡൽഹി മലയാളി അസോസിയേഷനിൽ അടിച്ചാൽ ഞങ്ങൾക്ക് വസ്തുവും ഇല്ലായിരുന്നു, വീടുമില്ല, ഒന്നുമില്ലായിരുന്നു. അവർ ചേർന്ന് ഞങ്ങൾക്ക് വസ്തു 5 ലക്ഷം രൂപ അവിടുന്ന് സഹായം തന്നു. അങ്ങനെ വസ്തു 11.5 ലക്ഷം രൂപ എടുത്ത് വസ്തുവും മേടിച്ചു. ബാക്കി പൈസ ഇതുപോലെ ഓരോരുത്തർ സഹായിച്ച് അങ്ങനെ വസ്തുവും മേടിച്ചു. അത് കഴിഞ്ഞ് വീടിന് വേണ്ടി പഞ്ചായത്ത് തോറും കയറി ഇറങ്ങി. കളക്ട്രേറ്റ് വരെ പോയിട്ട് ഞങ്ങൾക്ക് വീടായിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ നമ്പർ പുറകിൽ കിടക്കുക, നിങ്ങൾക്ക് ഇപ്പോഴേ ഇല്ലെന്നും പറഞ്ഞ് കളക്ട്രേറ്റിൽ നിന്ന് വരെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുവാണ്. അവിടുത്തെ സാറിൻ്റെ മോള് അസംഷൻ കോളേജിലാണ് പഠിക്കുന്ന ചങ്ങനാശ്ശേരി. അപ്പോൾ അവർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻകാർ 10 വീട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, ആൻറ്റി ഒരു അപേക്ഷ വെക്ക്, ആൻറ്റിയുടെ സ്വീകരിക്കുമോ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ ഇതുപോലൊരു അപേക്ഷ വെക്കാൻ പറഞ്ഞ് വെച്ചു. എന്നെ പിറ്റേ ദിവസം ആ കോളേജിലെ മിസ്സ് വിളിക്കുവാണേ, അമ്പിളി മുരളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വീടിൻ്റെ അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഡോക്യുമെൻറ്റുമായിട്ട് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ വരണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ചെന്ന് അവിടെ ആ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് തിരിച്ചു പോന്നു. 3 മാസമായിട്ട് ഒരു
വിളി അവിടെ നിന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രമാണവും അതും ഇതുമെല്ലാമായിട്ട് വീണ്ടും വരണം, നിങ്ങളുടെ വീട് പണി ഉടനെ തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപയെ അവർ തരത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ലാതെ ഞാനും എൻ്റെ കുഞ്ഞും ഇങ്ങനെ വിഷമിക്കുക. അവൾ ആദ്യം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അവളാണ് എന്നോട് പറഞ്ഞ, അമ്മ ഇതുപോലൊരു കൃപാസനം പള്ളിയുണ്ട്, ഞാൻ പോയി ഒന്ന് ഉടമ്പടി എടുക്കാം, നമുക്ക് വീടിൻ്റെ കാര്യം എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്തനംതിട്ടയിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൂട്ടുകാരി രഞ്ജു എന്ന് പറഞ്ഞ കുട്ടിയാണ് അവളോട് പറഞ്ഞത്, എടി നീ ആ പള്ളിയിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കാം, നിങ്ങൾക്ക് വീടാകുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവളെ കളിയാക്കി, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ, നമ്മൾ ഈ ഹിന്ദു സമുദായത്തിൽ നിന്ന് നമ്മളങ്ങനെ പള്ളിയിലൊന്നും പോയിട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞു, അമ്മ വരണ്ട ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവൾ പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോൾ എനിക്കും ഒരു മനസ്സിന് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞെടി എന്നാൽ എന്നെ കൂടെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാം, എനിക്കൊരാഗ്രഹമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതും എൻ്റെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതും. പിന്നെ ഈ 4 ലക്ഷം രൂപ കൊണ്ട് വീട് വെക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഡൽഹി കിടന്ന് മരിച്ചപ്പം അമേരിക്കയിൽ നിന്ന് എൻ്റെ റീനയെന്ന് പറഞ്ഞ ഒരാൾ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിയോട് ഞാനിത് പറഞ്ഞ്, റീന ഇതുപോലെ വീടിൻ്റെ കാര്യമല്ല വായി, അവർ 4 ലക്ഷം രൂപയെ തരത്തുള്ളൂ, പിന്നെ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് ഇവിടെ വന്നൊരു ദിവസം ഞാൻ ഉടമ്പടി പുതുക്കി ഞാനങ്ങ് പ്രാർത്ഥിക്കുക. ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോയി. റീന എന്നോട് പറഞ്ഞു, അമ്പിളി ഒന്നും വിഷമിക്കണ്ട, വീട് പണിയെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആദ്യം 1 ലക്ഷം രൂപയാണ് പുള്ളിക്കാരി ഇടുന്നത്. എന്നോട് പറഞ്ഞ് അക്കൗണ്ട് ഒന്ന് നോക്കണേ അമ്പിളിന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സത്യമാണ്, 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ കോൺട്രാക്ടർക്ക് കൊടുത്തപ്പം പുള്ളി 8,60,000 രൂപ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത്. ബാക്കി പൈസ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ അത് കൊടുത്ത് റീന ഇനി ഇങ്ങനെ നടക്കുമോ പണിയെന്ന് പറഞ്ഞു. അപ്പം അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുവാണ്. പുള്ളിക്കാരി കൊടുത്ത നമ്പരാണ്. എന്നോട് ചോദിച്ചു അമ്പിളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു. അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഞാൻ എൻ്റെ ഫോണൊന്ന് ചുമ്മാ നോക്കിയപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നേക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനെന്നാൽ പറഞ്ഞു, എൻ്റെ മാതാവേ എന്തോ ഈ കളി. അത് കഴിഞ്ഞപ്പം ബാക്കി 1 ലക്ഷം രൂപയും കൂടെ വേണം. അപ്പോഴും ഈ റീന എന്നെ വിളിക്കുന്നുണ്ട്, എന്ത് വയ്യമ്പളി പണി. ഞാൻ പറഞ്ഞ് നടക്കുന്ന റീന ടൈലിൻ്റെ പണി ചെയ്യണമെന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചു. സാരമില്ല അമ്പിളി ഒന്നും വിഷമിക്കേണ്ടെന്ന്. 1,60,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ പിന്നെ ഇട്ടുവന്നു. അങ്ങനെ എൻ്റെ വീട് പണിയെല്ലാം പൂർത്തിയായി. പിന്നെ ഞാൻ ഇവിടെ പറയരുതെന്ന് പറഞ്ഞു, എൻ്റെ മോളുടെ ഒരു ജോലിക്കാരി അവൾ വന്നിട്ടേ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറയുവാണ്, മോൾക്ക് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിന്ന് വിഷമിച്ച കൂട്ടത്തിൽ അവിടെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, അബുദാബിയിൽ സ്കൂളിൽ ഇവൾ ടീച്ചറാണ്, ഇവിടെ സ്കൂളിലൊക്കെ നോക്കിയിട്ടൊന്നും ആയില്ല, നീ കയറി വന്ന് എനിക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൾ കയറിപ്പോയി. വിസിറ്റിങ്ങിനാണ് പോയത്. അവിടെ ചെന്ന് വിസിറ്റിങ് തീരാവുന്ന അന്ന് വരെ അവൾക്ക് ജോലിയുടെ ഒന്നും ആയില്ല. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിന് ജോലിയാവണേ, ഞാൻ 2 മുത്തുക്കുട മേടിച്ച് ഞാൻ മാതാവിന് കൊണ്ട് കൊടുക്കാവേ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്നെ വിളിച്ച് സ്കൂളിൽ നിന്ന് ഞാൻ ജോലിക്ക് കയറുക, അമ്മയൊന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ മുത്തുക്കുട മേടിച്ച് വീട്ടിൽ വെച്ച കഴിഞ്ഞാൽ എനിക്ക് ഇന്നാണ് വരാൻ പറ്റിയ, പക്ഷേ ഇന്ന് ഞാൻ മുത്തുക്കുടയായിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. എൻ്റെ കാലിൻ്റെ വേദനയാണ്, എനിക്ക് കാല് കുത്തി എനിക്ക് കടയിൽ ജോലി ചെയ്യാൻ വയ്യായിരുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടൊന്നും കാലിന് വേദന മാറുന്നില്ല. എനിക്ക് മുട്ടുകുത്തി നിന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ആ തൈലം പുരട്ടി എൻ്റെ കാലിന് വേദന ഇപ്പം മാറി, എനിക്ക് കാല് കുത്തി എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം മറ്റേ കസേരയിലിരുന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് പോയിട്ട് ഞാനിപ്പം മുട്ടുകുത്തി തന്നെ നിന്ന മാതാവിനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ രാത്രി കടയിൽ നിന്ന് വന്നാലും ശരി ഞാൻ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ. വെളുപ്പിനെ അതുപോലെ തന്നെ 5:30 എണ്ണീറ്റ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചു മോക്ക് വരെ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് പറയാം, അമ്മൂമ്മേ തൈലം തേച്ചതെന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കും ഇതുവരെയും വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 2.5 വയസ്സുള്ള കുഞ്ഞാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാം, അമ്മൂമ്മേ തൈലം തേക്കെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് വരും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലും പുഷ്പഗിരിയിലും എല്ലാം കൊണ്ടുപോയി രോഗികളെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ മാതാവിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് ഞാൻ അവരോട് പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് 2-3 ക്യാൻസർ രോഗികളുണ്ട്. അപ്പോൾ ഈ അബുദാബി പ്രവാസി സംഘം അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ അവർ പോലും അറിയാതെ അവരുടെ പേരെല്ലാം എഴുതി അവരുടെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇവരെ ഫോൺ നമ്പരും കൊടുത്ത് വിളിപ്പിച്ച് അവർക്ക് ഒരു കിറ്റ് 2,500 രൂപയുടെ അരി സാധനങ്ങളും എല്ലാം അത് 3-4 പേർക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഈ ഒരു ഇത് പറയാൻ ഞാൻ എന്നും പറയും, അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന് മാത്രമേ പറയാവൂ. സത്യം ഞാൻ എന്നും പറയും, എൻ്റെ മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേ, എനിക്കിവിടെ വന്ന് എനിക്കൊന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്ന് എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി. യെശയ്യാ 41:10
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അമ്പിളി മുരളി എന്ന ഈ സഹോദരിയുടെ കൃപാസനം മരിയൻ ഉടമ്പടിയുടെ സവിശേഷമായ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് മീനു മാത്യു. ഞാൻ എറണാകുളം ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകമാണ്. എൻ്റെ മകൻ്റെ പേര് ഹെയ്ഡൻ മനു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 നവംബർ 6-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച എൻ്റെ മകൻ്റെ കാര്യമാണ്. എൻ്റെ മകൻ സംസാരിക്കില്ലായിരുന്നു. അവൻ 4 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. അതായത് ഒരു വാക്കൊക്കെ അവൻ സംസാരിക്കുള്ളൂ. അമ്മയെന്നൊക്കെ മാത്രമേ എന്നെ വിളിക്കുകയുള്ളായിരുന്നു. എനിക്കപ്പോൾ ഭയങ്കര പ്രയാസമാണ്. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും കൂട്ടിയൊക്കെ സെൻറ്റൻസായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടും അവൻ സംസാരിക്കണില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് കൊച്ച് സംസാരിക്കുക എന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ജോസഫ് അച്ഛൻ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവും ഞാനും ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഇവൻ സംസാരിക്കണില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫ് അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കൈകൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അവനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് അവനിങ്ങി സംസാരിച്ചോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥനയിൽ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ അവന് എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുക്കുമായിരുന്നു. അവന് മരുന്ന് പോലെയാണ് എല്ലാ ദിവസവും അവന് അത് കൊടുത്തത്. അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അവനെ സ്കൂളിൽ ചേർത്ത്. 4 വയസ്സിന് ശേഷമാണ് അവൻ സംസാരിച്ചത്. ഞാൻ അതിന് ശേഷം അവനെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവനെ LKGയിലെല്ലാം ചേർത്തപ്പോൾ അവൻ ഒട്ടും പഠിക്കാൻ ബുക്ക് എടുത്താൽ അവൻ നോക്കൂല, ബുക്കിലേക്ക് നോക്കുകയുമില്ല. അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കരയാൻ തുടങ്ങും. അവനൊരു ശ്രദ്ധയില്ല. അങ്ങനെ അവൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർ പറഞ്ഞു ഇവനെ കൊണ്ട് IQ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവത്തിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ കിട്ടിയതാണ്. അങ്ങനെ ഇവനെ IQ ലെവലെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചാണ് ഞാൻ പോയത്. അങ്ങനെ IQ ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവന് 2 വയസ്സിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ്. എനിക്കിത് വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര പ്രയാസമായി. എന്ത് ചെയ്യും ഞാൻ? എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ 2 വയസ്സ് കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെ മാതാവിനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഇവന് ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും അതുപോലെ തന്നെ തൈലവും കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ IQ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങളിവിടെ വന്ന്, ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയായിട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് ആ റിപ്പോർട്ട്. അങ്ങനെ കാണിച്ചപ്പോൾ അച്ഛൻ കൊച്ചിന് തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇനി വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ 2022 മസ്കറ്റിൽ ജോലിക്കായിട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിലാണ് കൊച്ചിനെ കൊടുത്തത്. എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാനിവിടെ ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ ഇവനെ പഠിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് മാതാവിനോടും ഈശോനോടും ഒത്തിരി പ്രാർത്ഥിച്ച്, ഈശോയും മാതാവ് ഇനി വന്നേ പറ്റുള്ളൂ, എൻ്റെ കൊച്ചിനെ തൊടണം, ആ തൊട്ടാൽ മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ച് സൗഖ്യപ്പെടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ ഞാനാക്കി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി കൊച്ചിന് മാതാവിൻ്റെ കാശുരൂപം കൊന്തയിൽ ഇട്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 ദിവസം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ്
കുഞ്ഞ് പറഞ്ഞു എന്ന് അവൻ സ്വപ്നത്തിൽ ഈശോനെ കണ്ട് ഈശോ വന്ന് അവൻ്റെ തലയിൽ നെറ്റിയിൽ വന്ന് എന്തോ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞവൻ. അങ്ങനെ അതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് പഠിക്കാനും അതുപോലെ തന്നെ അവന് ഒന്ന് വെറുതെ ഒരു വര മാത്രമേ വരക്കുള്ളായിരുന്നു ബുക്കിൽ. അങ്ങനെ ആയിരുന്നു കുഞ്ഞ്. ABCD ഒന്നും അവൻ അറിയില്ലായിരുന്നു. എങ്ങനെ ഞാൻ അവനെ പഠിപ്പിച്ചെടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അവന് ഓരോ അക്ഷരങ്ങളും എൻ്റെ അമ്മച്ചി പഠിപ്പിക്കാൻ തുടങ്ങി. അത് എന്നും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുത്താണ് അവനെ പഠിപ്പിക്കാനിരുത്തുന്നത്. അവന് ആ സമയത്ത് ഭയങ്കര കരച്ചിലും അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരലും അങ്ങനെയൊക്കെ അവൻ കാണിക്കുമായിരുന്നു പഠിക്കണ ബുക്ക് എടുക്കുമ്പോൾ. പക്ഷേ അതിനുശേഷം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കണതിൻ്റെ ഫലമായി മാതാവ് എൻ്റെ കുഞ്ഞിന് അക്ഷരങ്ങൾ പെട്ടെന്ന് എഴുതാനും അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെയും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടേ ആക്കി. അവനാദ്യം അവിടെ നിന്ന് വിട്ടായിരുന്നു. അവർ പറഞ്ഞ് IQ ലെവലെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറവാണെങ്കിൽ ഇപ്പം പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മാതാവിൻ്റെ ഇത് പ്രാർത്ഥിച്ച് അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് അവന് സ്കൂളിൽ പിന്നെ അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞ് ഇവൻ പഠിക്കൂലല്ല, എങ്ങനെ ഇവനെ ഞാൻ ഒരു അഡ്മിഷൻ കൊടുക്കും? അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ് ഇവനിപ്പോൾ പഠിക്കുന്നുണ്ട്, ഇവനൊരു കുഴപ്പവുമില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് അന്നെങ്കിൽ ഇവൻ 1ാം ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ അക്ഷരങ്ങൾ എഴുതിയാൽ മാത്രമേ ഇവൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഇവൻ അക്ഷരങ്ങളെല്ലാം എഴുതി. എല്ലാ സിസ്റ്ററും അവനെ പറഞ്ഞ സിസ്റ്റർമാരെല്ലാം അത്ഭുതപ്പെട്ട് ഇവൻ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ് അങ്ങനെ അഡ്മിഷൻ തന്ന ശേഷം ഇപ്പോൾ അവൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് അമ്മ മാതാവിൻ്റെ റാലിയിൽ പങ്കുചേരുകയും അതുപോലെ ഇപ്പോൾ അവൻ നല്ല മാർക്കോടെ മിഡ് ടേം എക്സാമിന് അവന് 2-3 മാർക്കേ കുറയുന്നുള്ളൂ. കാരണം ഞാൻ അതുപോലും പ്രതീക്ഷിക്കാത്ത അപ്പുറത്ത് എൻ്റെ മാതാവ് എൻ്റെ മോന് ഇത്ര അനുഗ്രഹം കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് മാതാവിനും ഈശോനും ഒത്തിരി നന്ദി. രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്കൊരു ജോലി. ഞാൻ അമ്മ മാതാവിനെ എഴുതിയത് എനിക്ക് OET പാസ്സാവണമെന്നായിരുന്നു. എനിക്കൊരു നല്ലൊരു പുറത്തേക്ക് പോകാനൊരു ജോലി. ഇവിടെ ജോലി ചെയ്താലും ശമ്പളം എല്ലാം കുറവാണ്. ഇത് വെച്ച് എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കണം, പിന്നെ അതുപോലെ വീട്ടിലെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കൊരു പുറത്തേക്ക് പോകാനൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ OETക്ക് വേണ്ടി പഠിച്ചിട്ട് എനിക്ക് സ്കോർ എപ്പോഴും കുറവായിരിക്കും. ഞാനങ്ങനെ ഈ ലോ സ്കോർ വെച്ച് UK സീനിയർ കെയറർ വിസ കെയർ ഗിവറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു നേഴ്സാണ്, എനിക്കൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാനങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതും ക്യാൻസലായി പോയി. അതിനുശേഷം ഞാനൊരു ദിവസം 3 മണിയായപ്പോൾ വൈകിട്ട് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും എനിക്കൊരു ജോലി, എനിക്ക് എന്തെങ്കിലും മതി മാതാവേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി മതി, ഒരു കൊന്തയും ഞാൻ ചൊല്ലി. അതിനുശേഷം എൻ്റെ ചേച്ചി മസ്കറ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ വാ, കുഴപ്പമില്ല, ഞാൻ നിന്നെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ജോലി ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്, അപ്പോൾ നീ വാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി എന്നെ കൊണ്ടുവരികയും അതുപോലെ തന്നെ താമസിക്കാനുള്ള അവരുടെ വീട്ടിൽ തന്നെ എന്നെ നിർത്തി. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടെ നിന്ന് എന്നെ പ്രാർത്ഥിച്ച്, എനിക്കിപ്പം ഞാൻ സമയത്തൊക്കെ ഇത്തിരി ഉഴപ്പിയിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ. എന്നിട്ട് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു തരും, നീ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്തായാലും ഈ ജോലി നിനക്ക് കിട്ടും. അങ്ങനെ എന്നെ പ്രോമെട്രിക് എക്സാമിനും എന്നെ എക്സാം എഴുതിപ്പിച്ചു. അപ്പോഴും ഞാൻ 2 പ്രാവശ്യം ഞാൻ ഫെയിലായി. അതിനുശേഷം ഞാൻ 3ാമത്തെ പ്രാവശ്യം എൻ്റെ മാതാവ്, ഞാൻ ഒരുപാട് കൊന്ത ചെല്ലുകയും പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലുകയും ബൈബിൾ വായിക്കാനെല്ലാം തുടങ്ങിയപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ എക്സാം വളരെ സ്മൂത്തായിട്ട്, എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ എന്നെ സ്മൂത്തായിട്ട് എൻ്റെ എക്സാം പാസ്സാക്കി. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ, അത് തന്നെ എനിക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂവും വന്ന്, ഇൻ്റർവ്യൂവിൽ എനിക്ക്
ഞാൻ പ്രാർത്ഥിച്ചു പോയി, എനിക്ക് മാതാവ് ഈശോയും തന്നെ വന്ന് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കണേ. എനിക്ക് അറിയില്ല ഒന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു അറബി സ്ഥലമാണ്. ഞാൻ എന്ത് പറയും, എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കണം. കാരണം ഞാൻ ജോലി ചെയ്തത് കുറച്ച് ഹോസ്പിറ്റലിലും അതുപോലെ ക്ലിനിക്കിലൊക്കെ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് അധികം ഒരു എക്സ്പോഷറൊന്നുമില്ല. എന്തൊക്കെയായിരിക്കും ചോദിക്കണത് എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ തന്നെ എനിക്ക് ചോദിച്ചത് ഒമാനീസായ ഒരു മെയിലും ഒരു ഫീമെയിലായിട്ടുള്ള അവരാണ് എന്നോട് ഇൻ്റർവ്യൂവറാണ് ചോദിച്ചത്. അങ്ങനെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസാണ് എന്നോട് ആകെ 3 ക്വസ്റ്റ്യനെ എന്നോട് ചോദിച്ചുള്ളത്. അതെനിക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണ് എൻ്റെ ഈശോയും എൻ്റെ മാതാവും എന്നോട് ചോദിച്ചത്. അതുപോലെ എനിക്ക് പാസ്സാകുകയും അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു പാസ്ഡ് എന്ന്. അതിനുശേഷം അവിടെ എല്ലാവരും പറയും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഒരു 6 മാസമൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ നോക്കിയിരിക്കണം. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് പിറ്റേ മാസം തന്നെ എനിക്ക് മെയിലായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ എക്സാമും. പക്ഷേ എനിക്ക് ജൂൺ 26 തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ നല്ലൊരു ഹോസ്പിറ്റലാണ് ഒമാനിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യണതിൽ ഞാനാണ് ഏറ്റവും ലോ ആയിട്ട് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ. ബാക്കി എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എൻ്റെ മാതാവ് എന്നെ നല്ലതോടെ എന്നെ നിർത്തിയേക്കണം അവിടെ. എനിക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഭയങ്കര അവിടെ 3 മാസം നമുക്ക് നമ്മുടെ കൂടെ ട്രെയിനറിൻ്റെ കൂടെ നിർത്തും. എന്നിട്ടേ നമ്മളവിടെ ജോലിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആ 3 മാസം എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. എനിക്ക് അറിയില്ല, കുറേ ഉണ്ട്, ഭയങ്കര പാടാണ്. ഞാൻ എന്ത് ചെയ്യും മാതാവേ? എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലെ പോലെയുമല്ല, ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് എത്ര പേടിയാണെങ്കിലും ഞാൻ വീട്ടിൽ വിളിച്ച് പറയും, എൻ്റെ അപ്പച്ചനോടും അമ്മച്ചനോടും പ്രാർത്ഥിക്കണം, എനിക്ക് നിൽക്കാൻ ഇവിടെ പറ്റണം. പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ കൊന്തയിൽ കാശ് രൂപം കൊണ്ട് ഞാൻ മാതാവിൻ്റെ ഇത് കൊണ്ട് ഞാൻ കോട്ടിൻ്റെ അകത്ത് ഒരു പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇടും. അത് ഇടാണ്ട് ഞാൻ പോകൂല. അതിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങോള്. എൻ്റെ ജോലിയെല്ലാം എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പവുമില്ല. ഇത്രയും തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് ഒരു ഭയങ്കര അസഹനീയമായ വയറുവേദന ഉണ്ടായിരുന്നു. 2021 എനിക്ക് വയറുവേദന. എനിക്ക് എന്നും രാത്രി 1 മണിയാവുമ്പോൾ എനിക്ക് കറക്റ്റ് വയറുവേദന തുടങ്ങും. എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ കയ്യിൽ കൊന്ത പിടിച്ച് ഞാൻ കിടക്കുള്ളൂ. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് വയറുവേദന കൊണ്ട് എനിക്ക് ജോലിക്ക് പോയാൽ തന്നെ തിരിച്ചു വരണം. ഞാനവിടെ ക്ലിനിക്കിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ആ സാറിനോട് പറയും, സാറേ എനിക്ക് അവിടെ ഞാൻ ജോലിക്ക് കയറിയുള്ളൂ. അപ്പോൾ എനിക്ക് പേടി മനസ്സിൽ, എൻ്റെ ജോലി പോകുമോ? ഞാൻ എപ്പോഴും ഈ സാറിനോട് ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വയറുവേദന കൊണ്ടാണ് ഞാൻ സാറിനോട് പറയേണ്ടത്, ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് നിൽക്കാൻ പറ്റണില്ല. കാരണം അവിടെ ഒത്തിരി നേരം അസിസ്റ്റ് ചെയ്യണം ഡോക്ടറിന്. ഞാനപ്പോൾ എനിക്ക് പറ്റില്ല, വയറുവേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ വൈകിട്ട് രാത്രിയാവുമ്പോൾ എനിക്ക് പേടിയാണ് കിടക്കാൻ തന്നെ. 1 മണിയാകുമ്പോൾ വയറുവേദന തുടങ്ങും. അങ്ങനെ ഞാൻ പേടിച്ച് അങ്ങനെ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ എനിക്ക് ആ പെയിൻ്റെ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ എനിക്ക് വേദന കുറയും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ മെഡിക്കൽ സെൻറ്ററിൽ ഞങ്ങളുടെ എറണാകുളത്ത് ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് മാധവ് ഞാൻ ഓർത്ത് എനിക്ക് മരുന്നൊന്നും വേണ്ട,
കാരണം എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ തീരുമാനിച്ച് രാത്രിയായപ്പോൾ, ഞാൻ അന്ന് വൈകിട്ട് രാത്രിയായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് മാതാവിൻ്റെ ഉപ്പ് മാത്രം മതി, ഇതുകൊണ്ട് എൻ്റെ വേദന മാറ്റണം, ഇനി ഒരിക്കലും എനിക്ക് വരരുത്. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി 1 മണിക്ക് പോലും ഞാൻ എണീറ്റില്ല. അതിന് മുന്നേ തന്നെ ഞാൻ കിടന്നുറങ്ങുകയും എനിക്ക് രാത്രി അന്ന് ആ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴുത്ത വേദനയാണ്. ആ വയറുവേദന എനിക്ക് പേടിയാണ്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ ശേഷം മാതാവിൻ്റെ ഉപ്പ് അത് ഞാൻ മരുന്ന് പോലെ കഴിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ മാതാവ് അതെനിക്ക് വരുത്തിയിട്ടില്ല. മാതാവേ 1000 നന്ദി, എല്ലാ അനുഗ്രഹത്തിനും യേശുവേ നന്ദി, യേശുവേ സ്തുതി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ആരെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എനിക്ക് എന്നിൽ പറ്റുന്ന പൈസ കൊടുത്ത് ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ നേരത്ത് അവർക്ക് ബുക്കൊക്കെ പഠിക്കാനുള്ള ബുക്കിനുള്ള പണവും ഇതെല്ലാം ഞാൻ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ പത്രം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ച് ഞാൻ കൊടുക്കും. ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഇവർക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് വാങ്ങിക്കണ ആർക്കാണെങ്കിലും അവരുടെ കുടുംബത്ത് സമാധാനവും അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നടത്തി കൊടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാണ് ആ പത്രം മാതാവിൻ്റെ പത്രം ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കാശ് രൂപം എൻ്റെ കൂടെ ജോലി ചെയ്യണവരുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കും പ്രാർത്ഥിച്ച്. മാതാവേ നന്ദി, യേശുവേ നന്ദി.